ഹായ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ്, കോഴിപ്പിടി. ആദ്യം നമുക്ക് പിടി തയ്യാറാക്കാം. പിടി തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. തേങ്ങ ചിരകിയത്, അരിപ്പൊടി, ചുവന്നുള്ളി, ജീരകം, തിളച്ച വെള്ളം, ഉപ്പ്, നെയ്യ്. 1/2 കപ്പ് തേങ്ങ ചുരണ്ടിയത് മിക്സിയുടെ ജാറിൽ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ജീരകം ചേർക്കാം. ഒരു 15 എണ്ണം ചുവന്നുള്ളി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ഇനി നമുക്ക് പിടിക്കുള്ള മാവ് നനയ്ക്കാം. 1 കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിൽ എടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് മിക്സിയിൽ അരച്ചെടുത്ത തേങ്ങ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി തിളച്ച വെള്ളം ചേർത്ത് മാവ് സ്പൂൺ ഉപയോഗിച്ച് കുഴച്ചെടുക്കുക. മാവിൻ്റെ ചൂട് കുറഞ്ഞതിന് ശേഷം കൈവച്ച് നന്നായി കുഴച്ചെടുക്കുക. പിടിക്കുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ 15 മിനിറ്റ് മാറ്റി വയ്ക്കുക. കൈവെള്ളയിൽ അല്പം നെയ്യ് പുരട്ടി മാവിൽ നിന്ന് ചെറിയ ഉരുളകൾ ഉരുട്ടിയെടുക്കുക. ഈ ഉരുളകൾ നമുക്കിനി ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ പിടി തുറന്ന് നോക്കാം. ഇനി നമുക്ക് കോഴിക്കറി ഉണ്ടാക്കാം. കോഴിക്കറി ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ചിക്കൻ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, സവാള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, തേങ്ങാപ്പാൽ. ഇത് 1 കിലോ ചിക്കൻ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. മാരിനേറ്റ് ചെയ്ത ചിക്കൻ അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പിടി വെന്തോന്ന് നോക്കാം. പിടി നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ചൂടായ പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായ ശേഷം കടുക് പൊട്ടിക്കുക. ഇതിലേക്ക് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. 4 മീഡിയം സവാള അരിഞ്ഞതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കുക. സവാള വാടിയതിനു ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. കാൽ കപ്പ് വെള്ളം ചേർത്ത് അടച്ചു വെച്ച് ചിക്കൻ വേവിക്കുക. മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുക. ചിക്കനിൽ നിന്ന് വെള്ളം ഊറി വരുന്നുണ്ട്. ഈ വെള്ളമെല്ലാം കംപ്ലീറ്റ് വറ്റിയതിന് ശേഷം 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുക. ഇൻഗ്രീഡിയൻസ് പറഞ്ഞ കൂട്ടത്തിൽ തേങ്ങാപ്പാൽ പറയാൻ വിട്ടുപോയി. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കണം. ചിലപ്പോൾ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചിക്കൻ നന്നായി കുറുകിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കറിയിലേക്ക് പിടി വേവിച്ചത് ചേർത്ത് കൊടുക്കാം. കോഴിപ്പിടി തയ്യാറായി. ഇതിന് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പിടി കറിയിലേക്ക് ചേർക്കുന്നതിന് പകരം പിടിയും കോഴിയും വേറെ വേറെയായും വിളമ്പാം. വേറെ വേറെ വിളമ്പുമ്പോൾ
എണ്ണ ചൂടാക്കി കടുകും കറിവേപ്പിലയും താളിച്ച് അതിൽ പിടി ചേർക്കാം. വളരെ രുചികരമായൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ഈ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.